പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന് വേണ്ടി വോട്ട് ചോദിച്ച് പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ എത്തുകയാണ്. അതും തന്റെ സൈക്കിളിൽ എത്തിയാണ് മാണി സി കാപ്പന് വേണ്ടി ചാണ്ടി ഉമ്മൻ വോട്ട് ചോദിക്കുന്നത്. 24 ബാറ്റിൽ ഗ്രൗണ്ടിൽ പി ജെയിംസ് ചേരുകയാണ്. ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് പാലായുടെ MLA ശ്രീ മാണി സി കാപ്പനാണ്. ഇത്തവണ എന്താണ് പ്രതീക്ഷ? കഴിഞ്ഞ തവണത്തേക്കാൾ 1000 വോട്ടെങ്കിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. ഇവിടെ ശ്രീ മാണി സി കാപ്പനെ കാണാനായിട്ട് മറ്റേ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും കൂടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നേരത്തെ ഉമ്മൻചാണ്ടി സാറും KM മാണിയും വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു UDF. ഇപ്പോൾ ഈ ഒരു ബാന്ധവത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അതേ ബന്ധം പാലയും പുതുപ്പള്ളിയായിട്ടുള്ള ബന്ധം ഇന്നും സ്ട്രോങ് ആണ്. ഈ പാലയെ കുറിച്ച് എന്താണ് ചാണ്ടി ഉമ്മന് തോന്നുന്നത്? 100% ഞങ്ങളുടെ MLA അല്ല, ഞങ്ങളുടെ അടുത്ത മന്ത്രിയാണ്. ഓ, അങ്ങനെ അതും കൂടി പ്രഖ്യാപിച്ചു. ജോസ് കെ മാണി പറഞ്ഞത് കഴിഞ്ഞ തവണ ഇടതുപക്ഷ വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, അങ്ങനെ ഒരുപാട് ഇടതുപക്ഷ വോട്ടുകൾ മാറിപ്പോയത് കൊണ്ടാണ് താങ്കൾ ജയിച്ചത്, ഇത്തവണ അത് ഉണ്ടാവില്ല എന്നാണ് പുള്ളി പറയുന്നത്. എന്തു തോന്നുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല കന്യാസ്ത്രീ മഠങ്ങളിലും പ്രായമായ ആളുകളുടെ വീട്ടിൽ ചെന്ന് രണ്ടല കാണിച്ചത് ഞങ്ങളിപ്പോൾ UDF ആണ്. മാണിസാറിൻ്റെ പടം ഒരു സൈഡിൽ. ഇത് പത്രം വായിക്കാതെയും TV കാണാതെയും ഇരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് LDF എന്ന് പറയാൻ മടിയായിരുന്നു. സ്വാഭാവികമായി ഞാൻ 1.5 വർഷമേ ഇവിടെ MLA ആയിരുന്നുള്ളൂ. അതിലൊരു ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കണം, മാറി കൊടുക്കണം, വേണമെങ്കിൽ കുട്ടനാട്ടിൽ പോയി എന്ന് ചോദിച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് കുട്ടനാട് ഞങ്ങളുടെ സീറ്റാണ്, ഇതിന് പകരം ഒരു സീറ്റ് തരാണെങ്കിൽ ഞാൻ മാറാൻ തയ്യാറാന്ന് പറഞ്ഞു. അതിനവർ തയ്യാറായില്ല. എന്നാൽ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാൻ വെച്ചു. ഉമ്മൻചാണ്ടി സാറിനെ ബന്ധപ്പെട്ടു, രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടു. ഉമ്മൻചാണ്ടി സാറും എൻ്റെ പിതാവും തമ്മിൽ വളരെ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. ഈ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയിൽ വർക്ക് ചെയ്യേണ്ട സമയമാണ്. താങ്കൾ പാലയിലേക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുന്നു. അവിടെ കാര്യങ്ങൾ വലിയ രീതിയിൽ ഉറപ്പായി എന്നുള്ള ഫീലിങ്ങിലാണോ അങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഞാൻ എല്ലാ ഇലക്ഷനും ഞാൻ പോകുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ ഇലക്ഷനും ഞാൻ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ പരിഗണന മൊത്തം പൂർത്തിയായി, എൻ്റെ വർക്ക് പൂർത്തിയായി. ബാക്കിയുള്ള സ്ഥലം കൂടെ എൻ്റെ സ്ഥാനാർത്ഥികൾ, എൻ്റെ നേതാക്കന്മാർ മത്സരിക്കുന്നിടത്ത് കൂടെ പോകാമെന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ രണ്ടുപേരും UDF സ്ഥാനാർത്ഥികളാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് ഭരിക്കാൻ പോകുന്നത്? UDF ഭരിക്കും. എത്ര സീറ്റ് കിട്ടും? 100 സീറ്റ് മേളിൽ കിട്ടും. 100 സീറ്റ്. നിസ്സംശയം അത് തന്നെ ഉത്തരം. ഈ പിണറായി വിരുദ്ധ തരംഗമാണോ അല്ലെങ്കിൽ CPM വിരുദ്ധ തരംഗമാണോ? CPM വിരുദ്ധ തരംഗം അവർ ഇനി കേരളം ഭരിക്കുകയല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പിണറായിയെ മാറ്റി അവരൊരു പരീക്ഷിച്ചിരുന്നെങ്കിൽ CPM കുറച്ചുകൂടി സാധ്യത ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ല. ഡെഡ് ബോഡി ആയി പോയ സ്ഥാനാർത്ഥി കയറി വരാം. ഇത്തവണ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? നിങ്ങൾ എങ്ങനെ? ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. ഒരിക്കലും UDFന്റെ ചരിത്രത്തിൽ 2011 എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ അടുത്ത് ചോദ്യം വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. ഹൈക്കമാൻഡ് തന്നെ തീരുമാനിച്ചേ, അതല്ലാതെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടേ ഇല്ല. മാണി സാറിനോട് 3 തവണ തോറ്റു കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? തോറ്റതേ തിരിച്ചു പിടിച്ചേ പോലും. അങ്ങനെ ഒരു വാശിക്കാരനാണോ? വലിയ ടീമുകളോടും തോറ്റിട്ടുണ്ട്, ചെറിയ ടീമുകളും തോറ്റിട്ടുണ്ട്. വലിയ ടീമുകളെ തോപ്പിച്ചിട്ടുണ്ട്, ചെറിയ ടീമുകളെ തോപ്പിച്ചിട്ടുണ്ട് വോളിബോളിൽ. അപ്പോൾ ഈ വോളിബോൾ കളിയിലെ ആ വാശിയാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ കൊണ്ടു നടക്കുന്നത്. അല്ലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും, രണ്ടുപേർക്കും വിജയാശംസകൾ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.